ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കുണ്ടല്ലോ, ഈ ഹോസ്റ്റലിലെ ഫുഡ് എപ്പോഴും കഴിച്ച് ചിലപ്പം മടുക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. അതായത് നമുക്ക് 3 വർഷമായിട്ടുണ്ടല്ലോ, നൊയമ്പ് ടൈമിൽ JK സാർ എന്ന് പറഞ്ഞ സാറ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം തരുന്നുണ്ടായിരുന്നു. അപ്പം അതിനാൽ സാറിൻ്റെ പേരിലും സാറിൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഞാനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും സാറിന് നന്ദി പറയുകയാണ്. ഈ വീഡിയോയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഫുഡ് എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഫുഡെല്ലാം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഞാനും കുറച്ച് തിരക്കിലാണ്. എനിക്കും കുറച്ച് ഫുഡ് വേണം. അപ്പോൾ ഞാനും കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ള തിരക്കിലാണ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. നല്ല ഫുഡ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരോട് നമുക്ക് ഫുഡ് എങ്ങനെ ചോദിക്കാം. വളരെ രുചികരവും സമൃദ്ധവുമായ അതിവിഭവമായ സൂപ്പറാണോ ചേട്ടാ? എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട് ചേട്ടാ? ഓടണ്ട, കുഴപ്പമില്ല. ഓ സെറ്റ്. അത് പറഞ്ഞു വെച്ചു. മീൻകറി നല്ല രസമായിരുന്നു. കപ്പയും മീൻകറി അടിപൊളിയായിരുന്നു. പിന്നെ മീൻകറിയും കപ്പയായിരുന്നു അടിപൊളി. എവിടെ അവിടെ ഒരു നായക്കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടും അത് അനങ്ങാതെ കിടക്കുക. ബാക്കിയുള്ള വേറെ എന്തെങ്കിലും ആകുമെങ്കിലേ നമ്മൾ കുരച്ച് വന്നേനെ. അവിടെ ഒരു ചെറിയ ഒരു കുളം പോലെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല. അങ്ങനല്ല, നൈറ്റിലൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു മാങ്ങ പ്ലീസ്, ദൈവമാർക്ക് കൂടി അതൊന്ന് കഴിച്ചു. പുളി ഉണ്ടോന്ന് അറിയാലോ. പുളിയില്ലേ, ഇത് കഴിച്ചു. ഇപ്പൊ മധുരിക്കുമല്ലേ? എന്താ പുളിയുണ്ടോ? കഴിച്ചില്ല. ഇല്ല നീ അത് കഴിച്ച. നീ ഇന്ന് മാങ്ങ അടിച്ചു. മധുരായിരിക്കും. എങ്ങനെയുണ്ട് ചേട്ടാ? എന്തെങ്കിലും ഒന്ന് പറയാ ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറയാ ചേട്ടാ. പുളി സമയം പോലെ കാണണം. പ്രശ്നം എന്താ ഒന്ന് വിശദീകരിച്ചാലും. ജിതിനെ 2 വാക്ക് പറയാം. ആൻറ്റി സൂപ്പറായിരുന്നു. ഫുഡ് രക്ഷയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതേക്കും ഗുഡ് ബൈ.